ഇതിനുശേഷം അദ്ദേഹം ഒരു സുന്ദരമായ ഒരു ഉപമ പറയുന്നുണ്ട്. ക്രിസ്തു സഭയിലുള്ള അംഗങ്ങൾ അടിമകളും തൻ്റെത് സ്വതന്ത്രമാണെന്ന് പറഞ്ഞ അദ്ദേഹം സ്വാഭാവികമായും ഇങ്ങനെയുള്ള മക്കളെ ജനിപ്പിക്കുന്ന അടിമ മക്കളെ ജനിപ്പിക്കുന്ന ആ സഭയ്ക്കും അദ്ദേഹം ഒരു വിശദീകരണം നൽകുന്നുണ്ട്. അദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത്: ന്യായപ്രമാണത്തിന് കീഴിൽ ഇരിക്കാൻ ഇച്ഛിക്കുന്നവരെ, അദ്ദേഹം ഗലാത്യരെ വിളിച്ചിട്ട് പറയുകയാണ്, ന്യായപ്രമാണത്തിന് കീഴിൽ ഇരിക്കാൻ ഇച്ഛിക്കുന്നവരെ പറയുവീൻ, നിങ്ങൾ ന്യായപ്രമാണം ശ്രദ്ധിക്കുന്നില്ലയോ? അബ്രഹാമിന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ഒരു പുത്രൻ അടിമ, മറ്റൊരു പുത്രൻ സ്വതന്ത്ര. അതായത് ഇബ്രാഹിം അലൈഹി ഇസ്ലാം, അതായത് അബ്രഹാം പിതാവിന് 2 പുത്രന്മാരുണ്ടായിരുന്നുവെന്നും അതിലൊരു പുത്രൻ അടിമ സ്ത്രീയായ ഹാഗാറിൽ നിന്ന് ജനിച്ചവനാണെന്നും മറ്റൊന്ന് സ്വതന്ത്ര സ്ത്രീയായ സാറയിൽ നിന്ന് ജനിച്ചവനാണെന്നും പൗലോസ് ഓർമ്മിപ്പിക്കുന്നു. എന്നിട്ട് ഇദ്ദേഹം അടിവരയിട്ടുകൊണ്ട് പറയുന്നു, ഇദ്ദേഹം ഇതെല്ലാം പറഞ്ഞത് അബ്രഹാം പിതാവിന്റെ ചരിത്രം പറയുന്നതിന് വേണ്ടിയല്ല, നേരെ മറിച്ച് അദ്ദേഹം അടിവരയിട്ട് പറയുന്ന കാര്യം ഇതാണ്: ഈ 2 സ്ത്രീകൾ 2 നിയമങ്ങൾക്ക് സാദൃശ്യമത്രേ. ഏതാണ് 2 നിയമം? ഇദ്ദേഹം തുടക്കം മുതൽ അവസാനം വരെ പറഞ്ഞു വന്നിരിക്കുന്ന ഈ നിയമം ഏതാണ്? ഒന്ന്, അടിമ പ്രകൃതിയിൽ മനുഷ്യരെ ആക്കുന്ന മോശേകനായ പ്രമാണത്തിന്റെ അവസ്ഥ. മറ്റൊന്ന്, അത് ഉപേക്ഷിക്കുന്ന ഇദ്ദേഹത്തിന്റെ സുവിശേഷക്കാരുടെ അവസ്ഥ. ഇദ്ദേഹം പറയുകയാണ്, ഈ 2 സ്ത്രീകൾ 2 സാദൃശ്യങ്ങളാണ്, 2 നിയമങ്ങൾക്ക് സാദൃശ്യമാണ്. ഒന്ന്, സീനായി മലയിൽ, അതായത് മോശയ്ക്ക് ന്യായപ്രമാണം ലഭിച്ച തൂര് സീനാ പർവ്വതം, അതിനെ ആ ദേശത്തെ സൂചിപ്പിക്കുന്നു. അന്നത്തെ ഹാഗാർ ഇന്നത്തെ യെരുശലേമിന് സമം. അതായത് അന്നത്തെ ഹാഗാർ എന്ന് പറയുന്നത് അടിമസ്ത്രീയെ പോലുള്ള അടിമസ്ത്രീയായ ഹാഗാറിനെ പോലെയാണ് ഇന്ന് യെരുശലേമിലെ സഭ. എന്നാൽ മീതെയുള്ള യെരുശലേമോ നമ്മുടെ അമ്മ സ്വതന്ത്ര. ഇവിടെ ഇദ്ദേഹം വിശദീകരിക്കുന്ന നിങ്ങൾ ശ്രദ്ധിക്കുക. ഹാഗാർ അടിമ മകനെ പ്രസവിച്ചതുപോലെ യെരുശലേമിലുള്ള ക്രിസ്തു സഭ എന്തു ചെയ്യുന്നു? അടിമ പ്രകൃതിയിലുള്ള മക്കളെയല്ലോ അവൾ പ്രസവിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ മീതെയുള്ള യെരുശലേം, അതായത് ദൈവം പുതുതായി തിരഞ്ഞെടുത്ത പൗലോസിന്റെ സഭ എന്ന് പറയുന്നത് നമ്മുടെ അമ്മ സ്വതന്ത്ര, അതായത് സാറാ ബീവിയെ പോലെയാണ്, സ്വതന്ത്രയാണ് എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. ഇങ്ങനെ ഇദ്ദേഹം പറഞ്ഞതിന് ശേഷം ഇദ്ദേഹം പിന്നീട് ആവർത്തിക്കുന്നത് ഇതാണ്: അന്ന് ജഡപ്രകാരം ജനിച്ചവൻ ആത്മപ്രകാരം ജനിച്ചവനെ ഉപദ്രവിച്ചതുപോലെ ഇന്നും കാണുന്നു. അതായത് ബൈബിൾ കഥകളിൽ ഇങ്ങനെ കാണാം: ബാലനായിരുന്ന ഇസ്മായേൽ ഇസ്ഹാക്കിനെ ഉപദ്രവിച്ചു എന്ന് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. ഇതേപോലെ ദൈവം തെരഞ്ഞെടുത്ത പൗലോസിന്റെ ആളുകളെ ഇസ്മായേലിന്റെ പ്രകൃതിയിലുള്ള അടിമ പ്രകൃതിയിലുള്ള ക്രിസ്തു സഭക്കാർ ഉപദ്രവിക്കുന്നു. അതായത് അന്ന് ഉപദ്രവിച്ചതുപോലെ ഇന്നും കാണുന്നു. ഇനി എന്താണ് അതിനൊരു പരിഹാരം? ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട് എങ്കിൽ ഇതിനെന്താണ് ഒരു പരിഹാരം? ഇതും പൗലോസിന്റെ കയ്യിലുണ്ട്. പൗലോസ് അത് വിശദീകരിക്കുന്നുണ്ട്. അതിന് തുടർഭാഗങ്ങൾ ഇങ്ങനെ കാണാം: അതിനാൽ തിരുവെഴുത്ത് എന്ത് പറയുന്നു? അടിമയെയും അവളുടെ മകനെയും പുറത്താക്കുക. എന്തെന്നാൽ അടിമയുടെ മകൻ സ്വതന്ത്രയുടെ മകനോടൊപ്പം അവകാശിയാവുകയില്ല. എന്താണ് അദ്ദേഹം ഇവിടെ പറയുന്നത്? അദ്ദേഹം അബ്രഹാം പിതാവിന്റെ കഥ എടുത്തുദ്ധരിച്ചിട്ട് അദ്ദേഹം പറയുന്നത് ഇതാണ്: അന്ന് അടിമസ്ത്രീയെ ഹാഗാറിനെ മകനെയും അബ്രഹാമിന്റെ നാട്ടിൽ നിന്നും ഒഴിവാക്കി മരുഭൂമിയിലേക്ക് അയച്ചതുപോലെ എന്ത് ചെയ്യണം? യഥാർത്ഥ ക്രിസ്തു സഭക്കാരെ എന്ത് ചെയ്യണം? നമ്മളിൽ നിന്നും പുറത്താക്കണം. അവരെ എന്ത് ചെയ്യണം? നമ്മുടെ കൂടെ ഇരുത്താൻ അവർ യോഗ്യരല്ല എന്ന് അദ്ദേഹം പറയുകയാണ്. യഥാർത്ഥത്തിൽ യഥാർത്ഥ ക്രിസ്തുവിന്റെ സുവിശേഷത്തെ പൗലോസ് പുറത്താക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഗലാത്യ ലേഖനത്തിൽ ഈ വിശദീകരിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഇദ്ദേഹം എഴുതി തീരുമ്പോഴും ഇദ്ദേഹം പറയുന്നുണ്ട്: തൻ്റെ പ്രമാണമനുസരിച്ച് നടക്കുന്ന ഏവർക്കും ദൈവത്തിൻ്റെ ഇസ്രായേലിനും സമാധാനവും കരുണയും ഉണ്ടാകട്ടെ. ഈ ലേഖനത്തിൻ്റെ അവസാനം അദ്ദേഹം ആശംസ അർപ്പിക്കുന്നതും അദ്ദേഹത്തിൻ്റെ സുവിശേഷത്തിൽ വിശ്വസിച്ച് നടക്കുന്ന ആളുകൾക്ക് മാത്രമാണെന്നുള്ളതും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ചുരുക്കത്തിൽ ഗലാത്യ ലേഖനത്തിൽ പൗലോസ് പറയുന്ന മറ്റൊരു സുവിശേഷക്കാർ എന്നത് യെരുശലേമിലുള്ള മോശേകനായ പ്രമാണം പിൻപറ്റുന്ന അപ്പോസ്തലന്മാരുടെ കീഴിൽ നിന്നുകൊണ്ട് സുവിശേഷം പഠിക്കുന്ന ആ യഥാർത്ഥ ക്രിസ്തു മാർഗികളെയാണ് എന്നും ആ കൂട്ടരെ തൻ്റെ സഭകളിൽ നിന്ന് നിഷ്കാസനം ചെയ്യാൻ പൗലോസ് കൽപ്പിക്കുന്നുണ്ട് എന്നുള്ളതും പച്ചയായ ഒരു യാഥാർത്ഥ്യമാണ്. ഗലാത്യ സഭയിൽ സംഭവിച്ചതുപോലെ തന്നെ
പൗലോസ് ഗ്രീസിലെ പ്രമുഖ പട്ടണമായ കോരിന്തിയിൽ സ്ഥാപിച്ച യഹൂദേതര വിശ്വാസികളുടെ സഭയിലും ഇതേപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായതായി നമുക്ക് കാണാവുന്നതാണ്. ഇവർക്ക് ദിശാബോധം നൽകുന്നതിന് പൗലോസ് എഴുതിയ 2 ലേഖനങ്ങൾ ബൈബിൾ പുതിയ നിയമഭാഗത്തിലെ 7ഉം 8ഉം പുസ്തകങ്ങളായി സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഇവിടെ പൗലോസ് താൻ പ്രചരിപ്പിച്ച സുവിശേഷമല്ലാത്ത ഒരു പുതിയൊരു സുവിശേഷത്തെക്കുറിച്ച്, കോരിന്ത്യരുടെ ഇടയിൽ പ്രചരിക്കുന്ന പുതിയൊരു സുവിശേഷത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരുവൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾ പ്രാപിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ ആത്മാവിനെ നിങ്ങൾ പ്രാപിക്കുകയോ നിങ്ങൾ സ്വീകരിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ സുവിശേഷം സ്വീകരിക്കുകയോ ചെയ്താൽ നിങ്ങൾ ക്ഷമിക്കുന്നു. ഞാൻ അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരെക്കാൾ ഒട്ടും കുറഞ്ഞവനല്ല എന്ന് നിരൂപിക്കുന്നു. ഇവിടെ പൗലോസ് ലീഗ പറയുന്നത് ശ്രദ്ധിക്കുക. അദ്ദേഹം പഠിപ്പിച്ച യേശുവല്ല, അദ്ദേഹം പഠിപ്പിച്ച സുവിശേഷവുമല്ല, അദ്ദേഹത്തിന്റെ സുവിശേഷം വഴി ലഭിക്കുന്ന പരിശുദ്ധാത്മാവുമല്ലാത്ത ഈ പ്രധാനപ്പെട്ട ക്രിസ്തുമാർഗത്തിലെ 3 കാര്യങ്ങൾ അവിടെ പ്രചരിച്ചിരിക്കുന്നു. അതിനുശേഷം ഇദ്ദേഹം പറയുന്നു, ഞാൻ അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരെക്കാൾ ഒട്ടും കുറഞ്ഞവനല്ല എന്ന് നിരൂപിക്കുന്നു. എന്ന് വെച്ചാൽ അദ്ദേഹം ഇവിടെ താരതമ്യം ചെയ്യുന്നത് ആരുമായിട്ടാണെന്ന് ഇവിടെ വ്യക്തമാവുകയാണ്. മാത്രമല്ല, ഇങ്ങനെയുള്ള സുവിശേഷകർ കോരിന്തിയിലെത്തുകയും അവർ തങ്ങളെ തന്നെ പുകഴ്ത്തി പറയുകയും ചെയ്തതിനെ പറ്റി പൗലോസ് ലീഗ പറയുന്നത് ഇപ്രകാരമാണ്: ആരെങ്കിലും പ്രശംസിക്കാൻ ധൈര്യപ്പെടുന്ന എന്തിനെക്കുറിച്ചും പ്രശംസിക്കാൻ ഞാനും ധൈര്യപ്പെടുമെന്നൊരു ഭോഷനെ പോലെ ഞാൻ പറയുന്നു. അവർ എബ്രായരോ ഞാനും അതെ, അവർ അബ്രഹാമിന്റെ സന്തതിയോ ഞാനും അതെ, അവർ ഇസ്രായേലിയരോ ഞാനും അതെ, അവർ യേശുവിന്റെ ശുശ്രൂഷകരോ ഒരു ഭ്രാന്തനെ പോലെ ഞാനും പറയുന്നു, ഞാൻ കുറെ കൂടി മെച്ചപ്പെട്ടവനാണ്. ഇവിടെ പൗലോസ് ലീഹ അവർ ആത്മപ്രശംസ ചെയ്യുന്നു എന്ന് പറഞ്ഞ് അവരുടെ യോഗ്യതകളായി അവർ പുകഴ്ത്തി പറയുന്നു എന്ന് പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ആ വിഭാഗം ഏതാണെന്ന് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാവും. പൗലോസിന്റെ സമകാലികരായിട്ടുള്ള ആ അബ്രഹാമിന്റെ സന്തതികൾ, ആ ഇസ്രായേലിയർ, അതേപോലെ തന്നെ എബ്രായർ, അതുമാത്രമല്ല അവർ യേശുവിന്റെ ശുശ്രൂഷകരുമാണ്. ഇങ്ങനെയുള്ളവർ ആരാണ്? ഇത് യെരുശലേമിലുള്ള അപ്പോസ്തലന്മാരല്ലാതെ മറ്റാരുമല്ല എന്ന് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാവും. മാത്രമല്ല, അദ്ദേഹം മറ്റൊരു സ്ഥലത്ത് പറയുന്നു, ഞാൻ ഭോഷനായി തീർന്നു, നിങ്ങളാകുന്നു അതിന് കാരണക്കാർ. നിങ്ങൾ എന്നെ പുകഴ്ത്തേണ്ടതായിരുന്നു. ഞാൻ നിസ്സാരനാണെങ്കിലും അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരെക്കാൾ ഒട്ടും കുറഞ്ഞവനല്ല. ഇദ്ദേഹം അവിടെ കൊരിന്ത്യരോട് പറയുന്നത്, നിങ്ങളുടെ അടുക്കൽ പുതിയ സുവിശേഷമായി നിങ്ങളുടെ അടുക്കലെത്തിയ ആളുകൾ അവർ അവരുടെ നേതാക്കളായ അപ്പോസ്തലന്മാരെ കുറിച്ച് പുകഴ്ത്തി പറഞ്ഞതുപോലെ നിങ്ങളും എന്നെ കുറിച്ച് പുകഴ്ത്തി പറയേണ്ടവരായിരുന്നു. എന്നാൽ നിങ്ങൾ അങ്ങനെ ചെയ്യാത്ത കാരണമായി എനിക്ക് സ്വയമായി പുകഴ്ത്തി പറയേണ്ടതായി വന്നിരിക്കുന്നു. ഞാൻ എന്നാൽ അപ്പോസ്തലന്മാരെക്കാൾ ഒട്ടും കുറഞ്ഞ ആളല്ല. ഇങ്ങനെ പൗലോസ് ലീഹ പറയാൻ പ്രേരിപ്പിക്കുന്ന കാര്യം എന്താണ്? നമുക്കറിയാം, യേശുവിന് ശേഷം ധാരാളം ആളുകൾ അപ്പോസ്തലന്മാർ ഉപദേശങ്ങളിലൂടെ ക്രിസ്തുമാർഗത്തിലേക്ക് വന്നതായി നമ്മൾ മനസ്സിലാക്കി. ഈ വന്നവരെല്ലാം തന്നെ അപ്പോസ്തലന്മാരുടെ അടുക്കൽ ഇരുന്നു കൊണ്ട് അവരുടെ ഉപദേശം സ്വീകരിക്കുകയും അവരിൽ നിന്ന് സുവിശേഷം പഠിക്കുകയും ചെയ്തു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. എന്നാൽ പൗലോസ് ലീഹ പറയുന്നു, എനിക്ക് അവരിൽ നിന്ന് സുവിശേഷം പഠിക്കേണ്ടതില്ല, എനിക്ക് അവരിൽ നിന്നൊന്നും ഗ്രഹിക്കേണ്ടതില്ല, മാത്രമല്ല ഞാൻ യെരുശലേമിൽ പോവുകയോ ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്നതിന് അദ്ദേഹത്തിനുള്ള ന്യായം എന്താണെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: കർത്താവിന്റെ ദർശനത്തിലേക്കും വെളിപാടുകളിലേക്കും ഞാൻ കടക്കട്ടെ. 14 കൊല്ലം മുമ്പ് 3-ാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട ഒരു മനുഷ്യനെ എനിക്കറിയാം. ശരീരത്തോടു കൂടിയോ ശരീരം കൂടാതെയോ എന്ന് എനിക്കറിവില്ല, അത് ദൈവത്തിനെ അറിയുകയുള്ളൂ. ഈ മനുഷ്യൻ പർദീസയിലേക്ക് ഉയർത്തപ്പെട്ടു എന്ന് എനിക്കറിയാം. ശരീരത്തോടു കൂടിയോ ശരീരം കൂടാതെയോ എന്ന് എനിക്കറിവില്ല, ഇതും ദൈവത്തിന് മാത്രമേ അറിയുകയുള്ളൂ. അവാജ്യവും മനുഷ്യന് വിവരിച്ചു കൂടാത്തതുമായ കാര്യങ്ങൾ അവൻ കേട്ടു. ഈ മനുഷ്യനെ കുറിച്ച് ഞാൻ അഭിമാനം കൊള്ളും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത്, അതായത് അപ്പോസ്തലന്മാർക്ക് ഭൂമിയിൽ വെച്ചിട്ടാണ് യേശുവുമായി ബന്ധമെങ്കിൽ പൗലോസിനെ എന്ത് ചെയ്തിരിക്കുന്നു? കർത്താവ് 3-ാം സ്വർഗത്തോളം ഉയർത്തിയിരിക്കുന്നു. എന്നിട്ടോ പർദീസയിൽ കൊണ്ടിരുത്തി അവാജ്യമായും വിവരിച്ചു കൂടാനാവാത്തതുമായ രീതിയിലുള്ള വെളിപാടുകൾ അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നു. ഇതുകൊണ്ടാണ് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നത്, ഞാൻ അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരെക്കാൾ ഒട്ടും കുറഞ്ഞവനല്ല എന്ന അദ്ദേഹത്തിന്റെ അവകാശവാദം ഇതിന്റെ അടിസ്ഥാനത്തിലാണ്. ഇനിയും ഇദ്ദേഹം തുടർന്ന് പറയുന്നത് ഇങ്ങനെയാണ്: ഇങ്ങനെ അമാനുഷിക സംഭവങ്ങൾക്കും അധികമായ വെളിപാടുകൾക്കും ഞാൻ വിധേയനാകുന്നത് കാരണം എന്നിൽ നിഗളം അഹങ്കാരം ഉണ്ടാകാതിരിക്കുന്നതിന് എനിക്ക് ഒരു കൂട്ട് നൽകപ്പെട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ചും അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ്: വെളിപാടുകൾ ആധിക്യത്താൽ ഞാൻ അധികം ആഹ്ലാദിക്കാതിരിക്കേണ്ടതിന് ശരീരത്തിൽ ഒരു മുള്ള എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അതായത് എന്നെ ശല്യപ്പെടുത്തുന്നതിനും മതിമറന്ന് ആഹ്ലാദിക്കാതെ എന്നെ നിയന്ത്രിക്കുന്നതിനും വേണ്ടിയുള്ള പിശാചിന്റെ ഒരു ദൂതൻ.
അതെന്നെ വിട്ടുപോകുന്നതിന് വേണ്ടി 3 പ്രാവശ്യം ഞാൻ കർത്താവിനോട് അപേക്ഷിച്ചു. എന്നാൽ അവിടുന്ന് എന്നോട് പറഞ്ഞത്, എൻ്റെ കൃപ നിനക്ക് മതി, എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. ഇവിടെ പൗലോസ് ശ്ലീഹ പറയുന്നത് തനിക്ക് നിഗളമുണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി ഒരു കൂട്ടുണ്ട്, അത് പിശാചിന്റെ ഒരു ദൂതനാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇങ്ങനെ പിശാചിന്റെ ദൂതന്റെ കൂട്ടുമായി പൗലോസ് ശ്ലീഹ ഈ വെളിപാടുകളെല്ലാം സ്വീകരിച്ച് ഭൂമിയിലേക്ക് എത്തിയപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഈ വെളിപാടുകളെ മുഴുവൻ അപ്പോസ്തലന്മാരുടെ അനുയായികൾ എതിർത്തതായും അപ്പോസ്തലന്മാർ വിലക്കിയതായുമാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പൗലോസിനെ ഉയർത്തിയ കർത്താവ് ആരാണ് എന്ന് നമുക്ക് എളുപ്പത്തിൽ തന്നെ ഗ്രഹിക്കാവുന്നതാണ്. ഇനി മാത്രമല്ല, കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് ശ്ലീഹ പറയുന്ന ചില വേറൊരു വിഷയം കൂടെ ശ്രദ്ധിക്കുക. അദ്ദേഹം പറയുന്നു, ഞങ്ങളോ അളവിനപ്പുറം പ്രശംസിക്കുന്നില്ല, ദൈവം അളന്നു തന്ന പരിധിയിൽ ഞങ്ങൾ ഒതുങ്ങി നിൽക്കും, ആ അളവിൽ നിങ്ങളും ഉൾപ്പെടുന്നു. പൗലോസ് ശ്ലീഹ പറയുന്നത് അദ്ദേഹത്തിന് ദൈവം നേരത്തെ അതിര് തിരിച്ചു കൊടുത്തു പോലും. അതായത് വിജാതിയുടെ ഇടയിൽ പോയി പ്രവർത്തിച്ചോളാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാൻ വിജാതിയുടെ അടുക്കൽ മാത്രമാണ് ഞാൻ ഈ പ്രവർത്തിച്ചുകൊണ്ട് നിൽക്കുന്നത്, ആ പരിധിയിലാണ് കൊരിന്ത്യരും ഉൾപ്പെടുക എന്നാണ്. അങ്ങനെ ഇദ്ദേഹം തുടർന്ന് പറയുന്നത് ഇങ്ങനെയാണ്: ഞങ്ങൾ മറ്റുള്ളവരുടെ പ്രയത്നഫലത്തിൽ അളവില്ലാതെ പ്രശംസിക്കുന്നില്ല. നിങ്ങളുടെ വിശ്വാസം വർദ്ധിച്ചാൽ നിങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ അതിര് അത്യന്തം വിശാലമാകുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. അങ്ങനെ നിങ്ങൾക്കപ്പുറത്തുള്ള പ്രദേശങ്ങളിൽ സുവിശേഷം പ്രസംഗിക്കുവാൻ ഞങ്ങൾക്ക് അവസരം ലഭിക്കും. മറ്റൊരുവന്റെ അതിരിനകത്ത് നടന്ന കാര്യങ്ങളിൽ പ്രശംസിക്കുന്നില്ല. പൗലോസ് ശ്ലീഹ പറയുന്നത്, പൗലോസ് ശ്ലീഹയ്ക്ക് ഒരു അതിര്, മറ്റൊരു കൂട്ടർക്ക് മറ്റൊരു അതിര്. പൗലോസ് ശ്ലീഹ പറയുന്നത് തനിക്ക് ദൈവം അളന്നു തന്ന പരിധിയിൽ, അതായത് യഹൂദരുടെ അടുക്കൽ മാത്രമാണ് താൻ ഒതുങ്ങി നിൽക്കുന്നത്. മറ്റുള്ളവരുടെ അതിരിനകത്ത് നടന്ന കാര്യങ്ങൾ ഇദ്ദേഹം പ്രശംസിക്കുന്നില്ല. പക്ഷേ മറ്റുള്ളവർ എന്ത് ചെയ്യുകയാണ്? അവർ ഇതിന് വിരുദ്ധമായിക്കൊണ്ട് പൗലോസിന്റെ അതിരിനകത്ത് നടന്ന കാര്യങ്ങളിലും തലയിടുകയും അവരെ സുവിശേഷത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നതായി നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ ഏറ്റവും അവസാനം അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: അവർ ക്രിസ്തുവിനുള്ളവർ എന്ന് സ്വയം കരുതുന്നത് പോലെ ഞങ്ങളും ക്രിസ്തുവിനുള്ളവർ എന്ന് ധരിക്കട്ടെ. അതായത് അവർ ക്രിസ്തുവിന്റെ ആളുകളെന്ന് അവർ പറയുന്നത് പോലെ ഞങ്ങളെയും കൂടെ ആ വിഷയത്തിലൊന്ന് പരിഗണിക്കണം എന്നൊരു ഒത്തുതീർപ്പ് മാത്രമാണ് പൗലോസ് ശ്ലീഹയ്ക്ക് പറയാനുള്ളത്. ഇങ്ങനെയെല്ലാം പൗലോസ് ശ്ലീഹ പറയുമ്പോഴും പൗലോസ് ശ്ലീഹ വിമർശിക്കുന്ന ആ അപ്പോസ്തല അനുയായികൾക്ക് അദ്ദേഹത്തെക്കുറിച്ച് പറയാനുള്ളത് ഇങ്ങനെയാണ്: അദ്ദേഹത്തിന്റെ ലേഖനങ്ങൾ ഘനഗംഭീരവും കരുത്തുറ്റവയുമാണ്, എന്നാൽ ശാരീരിക സാന്നിധ്യം മതിപ്പ് തോന്നാത്തതും സംസാരം കഴമ്പില്ലാത്തതുമാണ്. അതായത് അദ്ദേഹത്തിന്റെ ലേഖനങ്ങൾ വളരെ കട്ടിയുള്ളതായി, അദ്ദേഹം വലിയ തത്വങ്ങളൊക്കെ പറയുന്നതായി നമുക്ക് തോന്നാമെങ്കിലും അദ്ദേഹം നേരിട്ട് വരുമ്പോൾ, അതായത് ഈ ആശയവുമായി നേരിട്ട് സത്യത്തിന്റെ മുമ്പിൽ എത്തുമ്പോൾ അദ്ദേഹം തീരെ ബലഹീനനായും സംസാരത്തിൽ യാതൊരു കഴമ്പില്ലാത്തവനുമായി ബോധ്യപ്പെടും എന്നുള്ളതാണ് അവരുടെ വീക്ഷണം. ഇതിനെ ശരിവെച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ അവസാന യെരുശലേം സന്ദർശനമെന്ന് ഞാൻ മുമ്പ് വിശദീകരിച്ചത് നിങ്ങൾ ഓർക്കുമല്ലോ. ഇനിയും ഇങ്ങനെയൊക്കെ നമ്മൾ ക്രൈസ്തവ സുഹൃത്തുക്കളോട് നമ്മൾ പറയുമ്പോഴും, അതായത് യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരുടെയോ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾക്കൊരിക്കലും പാപപരിഹാര സിദ്ധാന്തത്തെയോ നിങ്ങൾ ഇന്ന് പ്രചരിപ്പിക്കുന്ന രീതിയിൽ അദ്ദേഹം സകല മനുഷ്യരുടെയും പാപമേറ്റെടുത്തുകൊണ്ട് മരിച്ചു എന്നുള്ള തത്വമോ നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുകയില്ല എന്ന് നമ്മൾ ആവർത്തിച്ച് പറയുമ്പോൾ അവർ പറയുന്നൊരു ഭാഗം ഇതാണ്: യേശുക്രിസ്തു തന്നെ സ്വയമായി താൻ എല്ലാ മനുഷ്യരുടെയും പാപമേറ്റെടുത്തുകൊണ്ട് മരിക്കുമെന്ന് പറഞ്ഞ 2 ഭാഗങ്ങൾ ബൈബിളിൽ കിടപ്പുണ്ടല്ലോ എന്നുള്ളതാണ് അവർ അവകാശവാദം. നമ്മൾക്കത് ശ്രദ്ധിച്ചു നോക്കാം. മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണാം: മനുഷ്യപുത്രൻ ശുശ്രൂഷിക്കപ്പെടുവാനല്ല, ശുശ്രൂഷിക്കാനും അനേകർക്ക് വേണ്ടി സ്വന്തം ജീവൻ മറുവിലയായി കൊടുക്കുവാനും വന്നിരിക്കുന്നത് പോലെ തന്നെ. ഇതേപോലെ മറ്റൊരു ഭാഗത്ത് കാണാം, തിരുവത്താഴ സമയത്ത് അപ്പം എടുത്തിട്ട് യേശു പറഞ്ഞു, ഇതെന്റെ ശരീരം വാങ്ങി ഭക്ഷിക്കുവിൻ. പിന്നീട് പാനപാത്രം എടുത്തിട്ട് അദ്ദേഹം പറഞ്ഞു, എല്ലാവരും ഇതിൽ നിന്ന് കുടിക്കുവിൻ, ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയപ്പെടുന്ന എൻ്റെ പുതിയ ഉടമ്പടിയുടേതായ രക്തമാകുന്നു എന്ന് പറയുന്നു. ഈ വാക്കിനെ വിശദീകരിച്ചുകൊണ്ട് ക്രൈസ്തവ സുഹൃത്തുക്കൾ പറയുന്നു, യേശുക്രിസ്തു സ്വയം തന്നെ എന്തു പറഞ്ഞിട്ടുണ്ട്? ഞാൻ സകല മനുഷ്യരുടെ പാപമേറ്റെടുത്തുകൊണ്ട് മരിക്കാനാണ് വന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അവരുടെ അവകാശവാദം. പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കുക, യേശുക്രിസ്തു ഇവിടെ പറയുന്ന ഭാഗം ഞാൻ അനേകർക്ക് വേണ്ടി ജീവൻ നൽകാൻ വന്നു എന്നാണ്, അല്ലാതെ മരിക്കുവാൻ വന്നു എന്ന് അവിടെ എങ്ങും കാണുന്നില്ല. സ്വാഭാവികമായും ജീവൻ നൽകുവാൻ വന്നു എന്ന് പറയുന്നതും മരിക്കുവാൻ വേണ്ടി വന്നു എന്ന് പറയുന്നതും ഒന്ന് തന്നെയല്ലേ എന്ന് നമുക്ക് ഒരു